ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മൈദയുടെ കൂടെ തന്നെ 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ റവയുടെ അതേ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഒരു കറക്റ്റ് മധുരം നമുക്ക് കിട്ടും. ഇനി മധുരം കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ എടുത്ത കുറച്ചും വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറു ചൂടിലെ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തിളച്ച വെള്ളം ആവശ്യമില്ല, അതുപോലെ പച്ച വെള്ളം ചേർത്ത് കൊടുക്കരുത്. ചെറിയ ചൂടോട് കൂടിയ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത റവയൊക്കെ ഈ ഒരു മാവിൽ നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് മാവ് ഒന്നുകൂടി ഒന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 5 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഒരുപാട് വെള്ളം കൂടി പോകരുത്, എന്നാൽ ഒരുപാട് ടൈറ്റും ആവരുത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുള്ള ഓയിലോട്ട് ഒഴിച്ചതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാനതിന് വേണ്ടി ഇവിടെ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടൈമിൽ 2 എണ്ണം വെച്ചാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു അല്പ എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊങ്ങി വീർത്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വീർത്ത് വരുന്നതുകൊണ്ട് തന്നെ ഇത് കുക്ക് ചെയ്യാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട. കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് തിരിച്ചും മറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം ഇത് 2 ലെയറായിട്ടാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പം ഞാനിവിടെ കുറച്ച് സമയം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഒരു ചട്ടിയിൽ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല റൗണ്ടായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു സ്നാക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് എല്ലാവരും തയ്യാറാക്കി കൊടുക്കണം, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.